ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഈ കത്തീഡ്രലിൻ്റെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എന്നെ വീക്ഷിക്കുന്ന പ്രിയങ്കരരായ ഇടവക ജനങ്ങൾ, കുഞ്ഞുങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് ഓഫ് തിങ്സ് hoped for, the evidence of things not seen. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ ഒരു സംഭവകഥ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുമായി ഒരു പടകിൽ കയറി കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമായി പടക് മുങ്ങുമാറായി. ശിഷ്യന്മാർ ഭയവിഹ്വലരായി ഗുരുവിനെ ഉണർത്തി. ഗുരുവോ അമരത്ത് ശാന്തമായി കിടന്നുറങ്ങുകയായിരുന്നു. കർത്താവ് എഴുന്നേറ്റു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, വൈ ആർ യു സോ അഫ്രൈഡ്? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? തമ്പുരാൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അവ അടങ്ങി. അരുമനാഥൻ കൂടെ ഉള്ളപ്പോൾ ഈ ഭയപ്പാട് എന്തിന്? എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ താങ്ങുന്നവനാണ് എൻ്റെ ദൈവം എന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, ചെങ്കുപ്പായധാരിയായ എൻ്റെ ദൈവം എൻ്റെ സങ്കേതമായി എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനെ ഭയപ്പെടണം? ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോടുകൂടെ ഉണ്ടല്ലോ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതം സമുദ്രത്തിലെ തിരമാലകൾക്ക് തുല്യമാണ്. അവ ഉയരുകയും താഴുകയും ചെയ്യും. ക്രസ് ആൻഡ് ട്രഫ്സ് ഓഫ് ദ സീ. ഉയർച്ചയും താഴ്ചയും, സുഖവും ദുഃഖവും, വിജയവും പരാജയവും, സമാധാനവും വെല്ലുവിളിയും. ഈ നിമ്നോന്നതങ്ങളിലെല്ലാം എൻ്റെ കൂടെയുള്ളവൻ എൻ്റെ യേശു ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. ഈ വിശ്വാസവും പ്രത്യാശയും നമ്മെ ഭരിക്കുമെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കും. ഗതസമനിൽ ഈ പാനപാത്രം നീക്കണമേ എന്ന വേദനയോടെ അപേക്ഷിച്ച യേശുവിന് സ്വർഗത്തിലെ ദൂതന്മാർ കരുത്ത് പകർന്നതുപോലെ ഈ യുദ്ധഭീതിയുടെ കരിനിഴലും അപകടം മണക്കുന്ന സൈറൻ മുഴക്കങ്ങളുടെ നടിച്ചുഴികളിലെ വേദനയും നമുക്ക് കരുത്ത് പകരും. ഹൃദയം ദൈവത്തിലേക്ക് പകരുക. എപ്രകാരം ഹന്ന ദൈവത്തിങ്കിലേക്ക് തൻ്റെ ഹൃദയത്തെ പകർന്നുവോ, അപ്രകാരം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയവികാരങ്ങളെ ഒട്ടിച്ചു ചേർക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സകല ഭാരവും അവൻ്റെ മേലിട്ടുകൊള്ളുക. പ്രത്യാശയോടെ ജീവിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട്, നിങ്ങൾ ദൈവസന്നിധിയിൽ സ്ഥാനമുള്ളവരാണ്. പ്രേ വെൽ. റിഡ്യൂസ് ദി യൂസേജ് ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് അതർ സോഷ്യൽ മീഡിയ to dig the course of actions around us. Listen to your parents. Don't waste your time in unwanted thoughts and discussions. Energize yourself in faith and hope. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല കുഞ്ഞുങ്ങളെ. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല മക്കളെ. കാരണം ഇന്നും ജീവിക്കുന്ന, എന്നും ജീവിക്കുന്ന നമ്മുടെ അരുമനാഥൻ നമ്മുടെ കൂടെയുണ്ട്. Our mighty God will protect us. Thank you for watching. Glory to heaven
ആമേൻ.